അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ സൗണ്ട് ഓക്കെ ആയിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. സൗണ്ട് ഓക്കെ ആണോ? അബ്ദുൽ ബാസിത്ത്, അബ്ദുൽ ഖാദർ യമാനി, അബ്ദുൽ മുനീർ, യൂനുസ് എൻ കെ, ഷഹീർ മണലടി, നസീർ ഖാൻ, അബ്ദുൽ ഖാദർ യമാനി, സ്നേഹം മദീനയോട്, മുഹമ്മദ് കബീർ.
CKS ദാരിമി മാണിയൂർ, ഇബ്രാഹിം TV. ശബ്ദമൊക്കെ ആണല്ലേ? അബ്ദുറഹ്മാൻ വാച്ച്, ഷിഹാബ് പണക്കട, മുഹമ്മദ് സയ്യിദ് നേക്ലി, നൂർ നസീം, അമീദ് കാസ്മി വാണിമേൽ, ഷംസുദ്ദീൻ മുക്കാലി, ഷിഹാബ് പണക്കാട, ഫിറോസ് ഖാൻ, ഇബ്രാഹിം TV. നമുക്ക് തുടങ്ങാം അല്ലേ? 137 ആളുണ്ട്. തുടങ്ങാം. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. ഹബീബിങ്ങളെ, സ്നേഹപ്പെട്ടവരെ, വളരെ കാലത്തിന് ശേഷം നമ്മളൊരു ഫേസ്ബുക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെ, അതോടൊപ്പം SKICRൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടുകയാണ്. മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്ര 455 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് മനുഷ്യരൊരു പാൻഡമിക് സിറ്റുവേഷനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മാറി. ഇപ്പോൾ ഫേസ്ബുക്കിൽ വരാനുണ്ടായ ഒരു കാരണം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശതാബ്ദി സമ്മേളന നിറവിലേക്ക് നമ്മളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. സമ്മേളനത്തിൻ്റെ സമ്മോഹനമായ ഒരു സമ്മാനമായി നമ്മുടെ അഭിവന്ദരായ ഉസ്താദുമാർ പ്രഖ്യാപിച്ച ഒന്നാണ് തഹിയ്യ. ചിലരെങ്കിലും കരുതിപ്പോയത് അത് സമ്മേളനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ചെലവിലേക്കാണ് എന്നാണ്. അങ്ങനെയല്ല. നമ്മുടെ വരുംകാല പ്രബോധന രംഗത്തെ കരുത്തു പിടിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ജ്ഞാനനികേതന നിർമ്മിതിയാണ് തഹിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. തമിഴ്നാട്ടിലടക്കം 4 സ്ഥാപനങ്ങൾ, SKICRൻ്റെ SNECയുടെ കീഴിലുള്ള EDUCity, ഹെറിറ്റേജ് മ്യൂസിയം എന്നിവർക്കൊക്കെ വേണ്ടി, അവരുടെയൊക്കെ ലക്ഷ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒന്നാണ് തഹിയ. നമ്മളതിലേക്ക് വരാം. അതിനു മുമ്പ്, അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ കമൻറ്റിലായിട്ടും നമ്മുടെ SKICRൻ്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് തഹിയയുടെ അതിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നൽകുമ്പോൾ അത് സ്ക്രീനിൽ വരും. നിങ്ങൾക്കത് റെസിപ്റ്റ് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. അവസാനം ഇവിടെ പ്രാർത്ഥനയുണ്ടാവും. അഭിവന്ദരായ ജമിയത്തുൽ മുദരിസീൻ്റെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്താദ് അബ്ദുൽ ലത്തീഫ് ഹൈത്തമി ദുആയ്ക്ക് വേണ്ടി അല്പസമയത്തിനോട് എത്തിച്ചേരും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ആ ആപ്പിലൂടെ കയറാൻ കഴിയുന്നില്ലെങ്കിൽ, ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് പൈസ നിക്ഷേപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ അഡ്മിൻ ഡെസ്ക് ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട്. അഡ്മിനുമായി നിങ്ങൾ പേഴ്സണൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ സംഖ്യ നൽകുകയാണെങ്കിൽ അവരത് അപ്പോൾ തന്നെ ആപ്പിലേക്ക് കയറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് റെസീറ്റ് നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷദ്വീപിലായിരുന്നു. സമസ്തയുടെ ലക്ഷദ്വീപ് യാത്രയുമായി ബന്ധപ്പെട്ട് മുബഷിർ ജമലുല്ലൈലി തങ്ങളോടൊപ്പം ലക്ഷദ്വീപിലായിരുന്നു. ലക്ഷദ്വീപിലെ കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അമീറെ ജസായിർ, സുൽത്താനെ ജസായിർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനരായ മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയെക്കുറിച്ച് പറഞ്ഞ് ഒരു ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ധാരാളം ആളുകളുള്ള ഈ വേദിയിൽ അത്
നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ 12ാം തലമുറയിലെ ഫതഹുല്ലാഹിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അതായത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി, 12ാം തലമുറയിലെ പേരക്കുട്ടി 10ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ഇന്ത്യയിൽ കർണാടക സംസ്ഥാനത്തിലെ കർവാഹ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ബർവാഡ എന്ന സ്ഥലത്താണ് അവർ താമസമാക്കിയത്. കേരളത്തിൻ്റെ ഒരു ആത്മീയ പാരമ്പര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മംഗലാപുരത്ത് നിന്നും ഏകദേശം 200-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട് അങ്കോലയിലേക്ക്. വളരെ വലിയ സാത്വികനും പണ്ഡിതനും സൂഫിയുമായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. അതിൽ 4 ആൺമക്കൾ ജനിച്ചു. അതിൽ ഇളയയാളുടെ പേര് സയ്യിദ് മൂസ വലിയുള്ള എന്നാണ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നാണ് നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത്. സയ്യിദ് മൂസ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹം കാണിച്ച ഒരാളാണ്. മഹാനരായ പിതാവിൻ്റെ അതേ പാത പിന്തുടർന്ന് ജീവിച്ചു. അങ്കോലയിലെ കുലീനമായൊരു കുടുംബത്തിൽ നിന്നും ഹലീമ എന്ന ഒരു യുവതിയെ വിവാഹം ചെയ്തു. അല്ലലും അലട്ടലുമില്ലാതെ ആ ജീവിതം മുന്നോട്ട് പോയി. പക്ഷേ അദ്ദേഹത്തിനൊരു കുഞ്ഞ് ലഭിക്കാത്തതിൻ്റെ വേദന എപ്പോഴും ഉണ്ടായിരുന്നു. അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിച്ചു ഒരു സന്താനത്തിന് വേണ്ടി. നിരാശരപ്പെട്ടില്ല. എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി അദ്ദേഹം. കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ അദ്ദേഹം സൗകര്യപ്രദമായ ഒരവസ്ഥയിൽ വിശുദ്ധ ഹറമിലേക്ക് പുറപ്പെട്ടു. ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായിരുന്നു ആ യാത്ര. ആ യാത്രയിൽ ഒട്ടേറെ മഹാന്മാരുമായി അദ്ദേഹം സംവദിച്ചു, സുഹബത്തിലായി. കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. മക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ അപരിചിതൻ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. യാത്രാക്ഷീണമൊന്നുമില്ലാത്ത ഒരു പ്രസന്നവദനനായ ഒരാൾ വന്ന് സംസാരിച്ചു. ഒറ്റ കാഴ്ചയിൽ തന്നെ മഹാനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ. സയ്യിദ് മൂസ വലിയുള്ള റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കവേ സയ്യിദ് മൂസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞില്ല, നിങ്ങൾ ദുആ ചെയ്യണം. സംസാരമധ്യേ അദ്ദേഹത്തിന് മനസ്സിലായി വന്നയാൾ സയ്യിദുന ഖിളർ നബി അലൈഹിസ്സലാമയാണ് എന്ന്. സ്വാലിഹായ ഒരു കുഞ്ഞു വേണമെന്ന് അദ്ദേഹം അറിയിച്ചു. അപ്പോൾ ഖിളർ നബി അലൈഹിസ്സലാം തൻ്റെ കീശയിൽ നിന്ന് 2 ധാന്യമണികളെടുത്ത്, ഗോതമ്പ് മണി, സയ്യിദ് അവറുകൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വേഗം നാട്ടിലേക്ക് പോവുക. ഇതിലൊരു ധാന്യമണി നിങ്ങൾ കഴിക്കുക, മറ്റേത് ഭാര്യയ്ക്ക് നൽകുക. പിന്നെ പ്രാർത്ഥിച്ചു, പണ്ഡിതനായൊരു പുത്രനെ അള്ളാഹുവെ നീ ഇദ്ദേഹത്തിന് നൽകണമേ എന്ന്. പോകാൻ ഒരുങ്ങവേ ഖിളർ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുണ്ടായാൽ മുഹമ്മദ് ഖാസിം എന്ന് നാമകരണം ചെയ്യണം. അങ്ങനെ അവർ സലാം ചൊല്ലി പിരിഞ്ഞു. ഖിളർ അലൈഹിസ്സലാമയുമായുള്ള ആ കണ്ടുമുട്ടലും സംസാരവും സയ്യിദ് മൂസ വലിയുള്ള എന്ന് പറയുന്ന ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിക്ക് വലിയ സന്തോഷമായി. അദ്ദേഹം കർണാടകയിലേക്ക് മടങ്ങി. മാസങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ഹലീമ ഗർഭിണിയാവുകയാണ്. മാഷാ അല്ലാഹ്. നിറഞ്ഞ സന്തോഷത്തോടെ അവർ അള്ളാഹുവിനെ സ്തുതിച്ചു. അങ്ങനെ ഹിജറ 1039 ഹലീമ ബീവി പ്രസവിച്ചു. സുന്ദരനായ ഒരാൺകുട്ടിയായിരുന്നു. കുട്ടിക്ക് മുഹമ്മദ് ഖാസിം എന്നു പേര് വിളിച്ചു. ഉപ്പാപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും വിശേഷണവും ചേർത്ത മനോഹര നാമധേയം. ആ കുഞ്ഞിനെ അവർ താലോലിച്ച് വളർത്തി. വൈകാതെ ഹലീമ ബീവി വഫാത്തായി. പിന്നീട് പൂർണ്ണമായും പിതാവിൻ്റെ സംരക്ഷണത്തിലാണ് ആ കുട്ടി വളർന്നത്. പണ്ഡിതനും സാത്വികനുമായ പിതാവിൻ്റെ പരിചരണം ആ കുഞ്ഞിനെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തു, സ്വാധീനിച്ചു. ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം നിപുണനായി. കൂടുതൽ കാലം കഴിയുന്നതിന് മുമ്പ് പിതാവ് സയ്യിദ് മൂസ റളിയല്ലാഹു അൻഹു വഫാത്തായി.
പിന്നീട് അങ്ങോട്ട് ആത്മീയ അന്വേഷണവുമായി അടങ്ങാത്ത അഭിവാഞ്ചയുമായി യാത്രയായിരുന്നു. മാതാപിതാക്കളുടെ വിയോഗം തീർത്ത അനാഥത്വം വല്ലാതെ വേദനിപ്പിച്ചിരുന്നു ആ കുട്ടിയെ. പക്ഷെ മാതാപിതാക്കളിൽ നിന്നും കുടുംബ സാഹചര്യത്തിൽ നിന്നും ലഭിച്ച ആത്മീയമായ പരിചരണങ്ങളും അനുഭവങ്ങളും കുട്ടിക്കാലത്ത് തന്നെ മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സയ്യിദിൽ സ്വാധീനം ചെലുത്തി. സാത്വികനായ പിതാവിൽ നിന്ന് ലഭിച്ച ആത്മീയ പരിചരണത്തിൻ്റെ തുടർച്ചയ്ക്ക് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഒരു ഗുരുവിനെ കണ്ടെത്തണമെന്ന മോഹത്തോടെയായിരുന്നു ഇന്ത്യയിലെ കർണാടകയിലെ ബാർവാദ് ജില്ലയിലെ അങ്കോളയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചത്. ഏതൊരാളുടെയും ജീവിതത്തെ നിശ്ചയിക്കുന്നത് നിയോഗമാണ്, അള്ളാഹുവാണ്. ഹബീബിങ്ങളെ, ഏതൊരു മനുഷ്യൻ്റെയും നിയോഗദീപ്തിയെ നിശ്ചയിക്കുന്നതും അള്ളാഹുവാണ്. അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതും അള്ളാഹുവാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പൈതൃക ഷെയ്ഖിൻ്റെ സുഹ്ബത്ത് നേടി. ഹബീബിങ്ങളെ, ഷെയ്ഖുമൊത്തുള്ള ജീവിതം അദ്ദേഹത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ദിക്റുകളും വിറുതുകളും അനുഷ്ഠാനങ്ങളും ഇജാസത്തോടുകൂടി നിർവഹിച്ചു. താരതമ്യേന ചെറിയ പ്രായക്കാരനായിരുന്നു മുഹമ്മദ് ഖാസിം വലിയുള്ള. എങ്കിലും ഗുരു അദ്ദേഹത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടു, താല്പര്യപ്പെട്ടു. തൻ്റെ ഈ ശിഷ്യനിൽ അഭൗമികമായ വലിയ ഒരു ദൗത്യം വരാനിരിക്കുന്നു എന്ന് മുൻകൂട്ടി ദർശിച്ച ഷെയ്ഖ് അവറുകൾ വല്ലാത്ത സ്നേഹത്തോടെയാണ് തൻ്റെ ശിഷ്യനെ തർബിയത്ത് ചെയ്തത്. അങ്ങനെ ഗുരുവിൽ നിന്ന് എല്ലാ ജ്ഞാനോദയ സിദ്ധികളും ലഭിച്ച അദ്ദേഹം നാട്ടിലേക്ക് പോകാനുള്ള പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഗുരു പറയട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. ആത്മീയ പരിചരണത്തിന് ഗുരുവിൽ നിന്ന് സമ്മതം കിട്ടിയിട്ട് നാട്ടിലേക്ക്, കർണാടകയിലേക്ക് തിരിക്കാൻ അദ്ദേഹം മനസ്സിൽ കരുതി. അതേ സന്ദർഭത്തിൽ ഗുരു ശിഷ്യനെ അനുഗ്രഹിച്ച് ആശീർവദിച്ചയക്കാൻ ആലോചിക്കുകയായിരുന്നു. കാമിലായ ഒരു വലിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ ശിഷ്യനെന്നും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ശിഷ്യൻ ഇറങ്ങാൻ സമയമായി എന്നും മുഹമ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം സമ്മതം കൊടുത്തില്ല. സമ്മതം കൊടുക്കാതിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹുവിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനായിട്ടായി അദ്ദേഹം കാത്തിരുന്നത്. മുഹമ്മദ് ഖാസിമിൻ്റെ യോഗ്യതയിൽ അദ്ദേഹത്തിനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. നൽകുന്ന പാഠങ്ങൾ പഠിച്ചും പകർത്തിയും അനുസരണയുള്ള ശിഷ്യനും സേവകനുമായി കഴിഞ്ഞ മുഹമ്മദ് ഖാസിമിനോട് വല്ലാത്ത വാത്സല്യം മുഹമ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു പുലർത്തി. അങ്ങനെയിരിക്കെ ഗുരു കാണും വിധം ഒരത്ഭുതം സംഭവിച്ചു. മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് എന്തോ ആവശ്യത്തിനായി പുറത്തിറങ്ങി. നല്ല വെയിലുള്ള സമയമാണ്. മുഹമ്മദ് ഖാസിമിന് വെയിൽ കൊള്ളാതിരിക്കാൻ വഴിയോരത്തെ വൃക്ഷങ്ങളെല്ലാം തണൽ വിരിച്ചു കൊടുക്കുന്നു. മാഷാ അല്ലാഹ്, ഈ കാഴ്ച ഗുരുവിൽ ശിഷ്യനെക്കുറിച്ച് കൂടുതൽ മതിപ്പുളവാക്കി.
ശിഷ്യന് നിയോഗം നിർവഹിക്കാൻ സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ ചിന്തയിൽ കഴിയവേ രാത്രിയിൽ മുഹമ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു തൻ്റെ റിഫാഇയ സുലൂക്കിൻ്റെ വഴിയിലെ നേതാവും ഷെയ്ഖുമായ മഹാഗുരു ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ മനാമിൽ കിനാവിൽ കണ്ടു. സ്വപ്നത്തിൽ ഷെയ്ഖ് പറഞ്ഞു, മുഹമ്മദ് ഖാസിം എൻ്റെ ആത്മീയ സന്തതിയാണ്, അദ്ദേഹത്തെ നമ്മുടെ സരണിയിൽ ചേർത്തുകൊള്ളൂ, ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തുക. അതേ തുടർന്ന് മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹുവിന് ആത്മീയ സരണിയിലേക്കുള്ള പ്രവേശനവും പരിചരണങ്ങൾക്കുള്ള സ്വതന്ത്രാനുമതിയും നൽകപ്പെടുകയുണ്ടായി. ഹബീബിങ്ങളെ, പ്രശസ്തമായ ഖാദിരിയ, റിഫാഇയ, ചിസ്തിയ, സുഹ്റവർദിയ എന്നീ 4 ത്വരീഖത്തുകൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. താരതമ്യേന ചെറുപ്രായത്തിൽ തന്നെ ആത്മീയത മേഖലയിൽ ഉന്നത അവസ്ഥയിലെത്തിയിരുന്നു മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു. ഗുരുവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും ഏറ്റുവാങ്ങിയ മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു സ്വാത്വികരായ ശ്രേഷ്ഠ പണ്ഡിത പ്രതിഭകളിൽ ഒരാളായി മാറി. അങ്ങനെ നാട്ടിലേക്ക് മടങ്ങാനായി. പൂർവ്വപിതാക്കളുടെ കൈത്തിരി കത്തിച്ചു പിടിക്കണം. നാട്ടിലേക്ക് തിരിക്കാനായി ജിദ്ദ തുറമുഖത്തേക്കെത്തി. പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പായ്ക്കപ്പൽ കണ്ടു. അതിലൊരു സീറ്റ് തരപ്പെടുത്തി. കണ്ണൂർ അറക്കൽ ആദിരാജയുടെ കപ്പലായിരുന്നു അത്. ആ യാത്രായാനം തുറമുഖം വിട്ടു. പായക്കപ്പലിൽ തനിക്ക് അനുവദിക്കപ്പെട്ട സ്ഥലവും സൗകര്യവും ഉപയോഗപ്പെടുത്തി മുഹമ്മദ് ഖാസിം വലിയുള്ള ആരാധനയിൽ നിമഗ്നനായി. ഭക്തിയും ആത്മീയതയും ഒത്തിണങ്ങിയ ഒരു സിദ്ധൻ എന്ന നിലയിൽ മാത്രമാണ് യാത്രികരും കപ്പൽ ജീവനക്കാരും അദ്ദേഹത്തെ കണ്ടത്. അതിനാൽ തന്നെ അത്യാവശ്യ സൗകര്യങ്ങൾ നൽകി എന്നതിൽ കവിഞ്ഞ് വലിയ പരിഗണനയൊന്നും അദ്ദേഹത്തിന് നൽകിയില്ല. മാത്രമല്ല, അംഗശുദ്ധി വരുത്താനായി, വുളൂ ചെയ്യാനായി, ശുദ്ധജലം ഉപയോഗിക്കാനും അവർ തടസ്സം പിടിച്ചു. കാറ്റിലും കോളിലും പെട്ട് കരയണയാൻ താമസം നേരിട്ടപ്പോൾ കപ്പലിൽ കുടിവെള്ളം ലഭ്യമാകാതെയായി. വുളൂവിന് വെള്ളം നൽകാതിരിക്കാൻ അവരൊരു കൗശലം പ്രയോഗിച്ചു. വെള്ളം ശേഖരിക്കുന്ന കൂജ അദ്ദേഹം അറിയാതെ കടലിലേക്കെറിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് കൂജ സമീപത്ത് തന്നെ കാണപ്പെട്ടു. ഇതവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവസാനം അദ്ദേഹത്തിൻ്റെ മഹത്വം അവർക്ക് ബോധ്യപ്പെട്ടു. വെള്ളം തീർന്നപ്പോൾ ശുദ്ധജലത്തിനായി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് മനുഷ്യൻ, എപ്പോഴും അങ്ങനെയാണ്, ആവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടുത്തും. അദ്ദേഹം പ്രാർത്ഥിച്ചയുടൻ ആവശ്യത്തിലധികം ജലം ലഭിച്ചു. അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തോടവർ മാപ്പ് ചോദിച്ചു. അങ്ങനെ കപ്പൽ കേരളത്തിലെ കണ്ണൂർ തീരം തൊടുകയാണ്. യാത്രയിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും അത്ഭുതങ്ങളും ജീവനക്കാരും യാത്രക്കാരുമൊക്കെ സുൽത്താൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അദ്ദേഹം അത് കാര്യമായി എടുത്തില്ല. അറക്കൽ വംശത്തിലെ അലി രാജ അത് കാര്യത്തിലെടുത്തില്ല. അപരിചിത നാട്ടിലെത്തിയ മുഹമ്മദ് ഖാസിം റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസങ്ങൾ പള്ളിയിലാണ് താമസിച്ചത്. കണ്ണൂർ സിറ്റിയിലുള്ള പള്ളിയിൽ. കണ്ണൂർ സിറ്റിയിലുള്ള പള്ളിയിലാണ് അദ്ദേഹം താമസിച്ചത്. ഈ താമസം തുടരുന്നതിൽ അർത്ഥമുണ്ടായിരുന്നില്ല. നിയോഗം പൂർത്തീകരിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. അതിന് സുൽത്താൻ്റെ സഹായവും പിന്തുണയും കൂടാതെ പറ്റില്ല. അതിന് രാജാവിന് തന്നെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അതിനായി ഖാസിം വലിയുള്ള ഒരു മാർഗം സ്വീകരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദഅവത്ത് നടത്തുന്നതിന് അഡ്മിനിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ രാജ്യത്തെയും അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടങ്ങളുടെ സഹായവും സഹകരണങ്ങളും ഇല്ലാതെ പലപ്പോഴും മനോഹരമായ രീതിയിൽ, ലളിതമായ രീതിയിൽ, എളുപ്പമായ രീതിയിൽ ഇസ്ലാമിക പ്രൊപ്പഗേഷൻ നടന്നു എന്ന് വരില്ല. ഭരണകൂടങ്ങൾ, അതേത് ഭരണകൂടങ്ങളാണെങ്കിലും ശരി, അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഷെയ്ഖ് ഖാസിം വലിയുള്ള അറക്കൽ രാജവംശം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലടക്കം അന്ന് അധികാര കേന്ദ്രങ്ങളുള്ള വലിയൊരു പ്രദേശത്തിൻ്റെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ
അഡ്മിനിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അതിന് താനാരാണെന്ന് മനസ്സിലാക്കണം. നോക്കൂ, ദഅവത്തിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഔലിയാക്കന്മാർ കറാമത്ത് പ്രദർശിപ്പിക്കുന്നത്. ഒരു മജീഷ്യനെ പോലെ അത്ഭുതങ്ങൾ കാണിച്ച് ഞാൻ വലിയ ആളാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനല്ല, പകരം അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടിയിട്ടാണ്. രാജാവിന് അത്ഭുതകരമായ ഒരു സമ്മാനം അദ്ദേഹം കൊടുത്തയച്ചു. തീക്കനലുകൾ പഞ്ഞിയിൽ വെച്ച് തുണി കൊണ്ട് പൊതിഞ്ഞ് പെട്ടിയിലാക്കിയിട്ടാണ് കൊടുത്തയച്ചത്. ഹബീബിങ്ങളെ, തീക്കനലുകൾ പഞ്ഞിയിൽ പൊതിഞ്ഞ് ശീല കൊണ്ട് പൊതിഞ്ഞ് പെട്ടിയിലാക്കിയിട്ടാണ് അദ്ദേഹം സമ്മാനം കൊടുത്തയച്ചത്. കടൽ കടന്ന് കണ്ണൂരിലെത്തി പള്ളിയിൽ താമസിക്കുന്ന ഷെയ്ഖിന്റെ സമ്മാനപ്പൊതി ആകാംക്ഷയോടെ തുറന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. എരിയുന്ന തീക്കനലാണെങ്കിലും പഞ്ഞിയോ തുണിയോ കത്തുന്നില്ല. മാഷാ അല്ലാ, എരിയുന്ന തീക്കനലാണെങ്കിലും പഞ്ഞിയോ തുണിയോ കത്തുന്നില്ല. ഇത് കണ്ട സുൽത്താൻ ഷെയ്ഖിന്റെ മഹത്വം മനസ്സിലാക്കുകയും പള്ളിയിലെത്തി മഹാനെ കണ്ട അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. സുൽത്താന്റെ സ്നേഹപൂർവ്വമുള്ള ക്ഷണം സ്വീകരിച്ച ഷെയ്ഖ് അവർകൾ ആദിരാജ അനുവദിച്ച വീട്ടിൽ താമസമാക്കി. രാജമന്ദിരത്തിനടുത്തുള്ള പാലമാടം മാളിക വീടായിരുന്നു അത്. കണ്ണൂരിൽ നിന്ന് കൽപ്പേനിയിലെ തീയണച്ച അത്ഭുതവും ഇതിനിടെയുണ്ടായി. നിസ്കാരവും ഭക്ഷണവും സുൽത്താനും ഷെയ്ഖ് അവർകളും ഒന്നിച്ചായിരുന്നു. ഒരിക്കൽ വുളു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്പം വെള്ളമെടുത്ത് 3 തവണയായി മുകളിലേക്ക് എറിഞ്ഞു വലിയുല്ലാഹി മുഹമ്മദ് കാസിം റളിയല്ലാഹു അൻഹു. ഇത് കണ്ട് രാജാവ് തിരക്കി, എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ്വീപിൽ ഒരു ഭവനത്തിന് തീ പിടിച്ചിട്ടുണ്ട്, അത് അണക്കുകയായിരുന്നു ഞാൻ. 100 കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ലക്ഷദ്വീപിലെ കൽപ്പേനി ദ്വീപിൽ ഒരു വീട് കത്തുമ്പോൾ കണ്ണൂരിൽ എങ്ങനെയാണ് വധുവിൻ്റെ ശിഷ്ടജലം ആകാശത്തേക്കെറിഞ്ഞ് അണക്കുക? പുതിയ കാലത്ത് നവ ലിബറൽ നിയോ കൊളോണിയലിസ്റ്റ് യുക്തിവാദ ചിന്താഗതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സലഫികളും ജമാഅത്തുകാരുമൊക്കെ ഇത് പലപ്പോഴും നിഷേധിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അവരോടല്ല സംസാരിക്കുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുകയും അത് ആദർശമായി കരുതുകയും അതിൻ്റെ വഴിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്വീകരിച്ചവരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. രാജാവ് അത് അവിശ്വസനീയതയോടെയാണ് കേട്ടത്. അദ്ദേഹം ആ തീയതി കുറിച്ചു വെച്ചു. അല്പനാളുകൾക്ക് ശേഷം കൽപ്പേനിയിൽ നിന്ന് കുറച്ചാളുകൾ കണ്ണൂരിലെത്തി. കച്ചവട ചരക്കുമായി വന്ന അവർ പാരിതോഷികങ്ങളുമായി രാജഭവനത്തിലെത്തി. അറക്കൽ കൊട്ടാരത്തിൽ ദ്വീപിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൽപ്പേനി ദ്വീപിലെ അറക്കൽ കാര്യാലയത്തിൽ തീപിടുത്തമുണ്ടായതും പൊടുന്നനെ തെളിഞ്ഞ ആകാശത്തു നിന്നും 3 മേഘത്തുണ്ടുകൾ എത്തി അവിടെ മാത്രം മഴ പെയ്തതും അത്ഭുതകരമായിരുന്നു എന്ന് കൽപ്പേനിയിലെ ദ്വീപ് നിവാസികൾ അറക്കൽ രാജാവിനോട് ഉണർത്തി. സുൽത്താൻ പരിശോധിച്ചപ്പോൾ യാത്രികർ പറഞ്ഞ അതേ അത്ഭുതം നടന്നത് ഇവിടെ നിന്നും ഷെയ്ഖ് വെള്ളം കുടഞ്ഞ തീയതിയും ഒന്നായിരുന്നു. മാഷാ അല്ലാ. അതോടെ സുൽത്താൻ വലിയ സന്തോഷമായി. ദ്വീപിൻ്റെ തൻ്റെ അധികാര കേന്ദ്രം സുരക്ഷിതമായതോടൊപ്പം നാട്ടുകാർ രക്ഷപ്പെട്ടല്ലോ എന്ന് അദ്ദേഹം സന്തോഷിച്ചു. അതോടെ രാജാവിന് ഖാസിം വലിയുല്ലാഹിയോടുള്ള മതിപ്പും ആദരവും വീണ്ടും വർദ്ധിച്ചു. ഉടനെ തന്നെ ഖാസിം വലിയുല്ലാഹിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അറക്കൽ ആദിരാജ സുൽത്താൻ മുഹമ്മദ് അലി എന്ന പേരിൽ ചരിത്രത്തിൽ ശ്രദ്ധേയനായ രാജാവ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഉമ്മുഹാനി അവരും വലിയുല്ലാഹിയുമായി ബൈഅത്ത് ചെയ്തു. ഈ വാർത്ത നാട്ടിൽ പരന്നതോടെ അറിഞ്ഞവർ മഹാനുഭാവനെ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി. നോക്കൂ, ദീനി ദഅവത്തിന് അറക്കൽ രാജവംശത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് സഹായകമായത് കറാമത്താണ്. പിന്നീട് സംഭവിച്ചത് അറക്കൽ രാജഭവനത്തിനടുത്തു കഴിയുന്നതുകൊണ്ട് ദ്വീപിലെ അറക്കൽ രാജവംശത്തിൻ്റെ അധികാര പ്രദേശത്ത് നിന്നെത്തുന്നവരുമായി ബന്ധപ്പെടാൻ വലിയുല്ലാഹിക്ക് അവസരമുണ്ടായി. ദ്വീപ് ജനതയെ ആത്മീയമായി സംസ്കരിക്കുകയും മതപരമായി സമുദ്ധരിക്കുകയും ചെയ്യേണ്ട ആവശ്യകത ആ പ്രബോധകന് കൂടുതൽ ബോധ്യമായി. തൻ്റെ ഭരണപ്രദേശം മതപരമായി മെച്ചപ്പെട്ടതാവണമെന്ന് രാജാവിനും താല്പര്യമുണ്ടായി. രാജാവിൻ്റെ കൂടി താല്പര്യം കണക്കിലെടുത്ത്
ഷെയ്ഖ് അവർകൾ കൽപ്പനി ദ്വീപിലേക്ക് പോകാൻ ഉറച്ചു. നാട്ടുകാരും രാജകുടുംബങ്ങളും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. എല്ലാ കാലത്തും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് ഓരോ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായ, സാമൂഹ്യമായ, സാംസ്കാരികമായ വ്യത്യസ്തതകളിൽ അതിനനുസൃതമായ ദീനി ദഅവത്ത് ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് നടത്തിയ ദഅവത്തിൻ്റെ മാതൃകകൾ, അതിനു മുൻപ് അമ്പിയാക്കൾ അവരുടെ കാലഘട്ടങ്ങളിലെ സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ലെന്ന് സാക്ഷ്യം വഹിക്കാൻ ജനതയെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും. നോക്കൂ, അതിന് പ്രവാചകന്മാർക്ക് ശേഷം വന്ന സ്വഹാബിവര്യന്മാർ, അതിനുശേഷം വന്ന താബിഉകൾ, ഇമാമുമാർ ഓരോ നൂറ്റാണ്ടുകളിലും ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹത്തായ ഭാവിയിലേക്കുള്ള ഒരു പ്രബോധന ദൗത്യത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ബർക്കത്തിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയത്. കൽപ്പേനിയിലേക്ക് സുൽത്താൻ്റെ സന്ദേശം പോയി. ദ്വീപ് സമൂഹത്തിൽ മതപ്രബോധനത്തിനും ആത്മീയ നേതൃത്വം നൽകുന്നതിനും സയ്യിദ് മുഹമ്മദ് ഖാസിം എന്ന മഹാൻ വരുന്നുണ്ടെന്നും ആവശ്യമായ സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണമെന്നും രാജാവ് കത്തെഴുതി. കൽപ്പേനി ദ്വീപിലെ രാജപ്രതിനിധികൾ ദ്വീപിലെത്തിയ ശൈഖ് അവർകളെ ആദരപൂർവ്വം സ്വീകരിച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഹുജറ പള്ളി എന്ന പേരിൽ ഒരു കേന്ദ്രം പണി കഴിപ്പിച്ച് സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് മഹാൻ ചുക്കാൻ പിടിച്ചു. പ്രബോധനങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ അതിനൊരു സെൻട്രലൈസ്ഡ് കേന്ദ്രം വേണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉജ്ജ്വലമായ മഹാവിപ്ലവങ്ങൾ തുടങ്ങിയത് 1.5 സെന്റിലിരുന്നിട്ടാണ്. മസ്ജിദുൻ നബവി അന്നത്തെ ചെറിയ പള്ളി, അതിൻ്റെ മുന്നിലാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. അതിൻ്റെ വലതുവശത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. അതിൻ്റെ തൊട്ടടുത്താണ് ആയിഷ ബീവിയുടെ വീട്. പിറകിലാണ് ഫാത്തിമ ബീവിയുടെ വീട്. നമ്മൾ മദീനയിൽ പച്ചക്കുബ്ബയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടതുവശത്തായിരിക്കും, അവിടെയാണ് ബൈത്തുൻ നാബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള മറവ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ പിറകിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ എല്ലാം ഒരു 1.5 സെന്റ് സ്ഥലമാണ് വരുന്നത്. 1.5 സെന്റിൽ ഈന്തയോലകളുടെ ഹരിതചാമരം വെഞ്ചാമരം വീശിയ മദീനയിലെ മണ്ണുമെഴുകിയ കൊച്ചു പള്ളിയിലിരുന്നിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി ഉജ്ജ്വലമായ വൈജയന്തികൾ നടത്തിയത്. ലോകമാകമാനം ദീപ്തപ്രകാശത്തെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിവിട്ടത്. നോക്കൂ, കേന്ദ്രങ്ങൾ വേണം. സമസ്ത തഹിയയിലൂടെ ഉദ്ദേശിക്കുന്നത് അത്തരം ദഅവത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. 10,000-ഓളം വരുന്ന ദായികൾ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന, ഒരു ഭാഗത്ത് നവലിബറലിസം അരങ്ങ് തകർക്കുന്നു, ഒരു ഭാഗത്ത് ഇസ്ലാമോഫോബിക് ചിന്താഗതികൾ ഇസ്ലാമിനെ അപരവൽക്കരിക്കുന്നു, ഒരു ഭാഗത്ത് സലഫി ചിന്താഗതികൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആധുനികതാവാദം ഇസ്ലാമിൻ്റെ പാരമ്പര്യ തനിമയെ തകർക്കുന്നു. ഇതിനിടയിൽ 1500 വർഷങ്ങൾ പിന്നിടുന്ന മുഹമ്മദീയ ദൗത്യത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ അനുരണനങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ സന്ദേശങ്ങൾ ലോകത്തോട് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ വിരുദ്ധാശയങ്ങളെയും ജനാധിപത്യ ബോധത്തോടെ നേരിടേണ്ടതുണ്ട്, സമചിത്തതയോടെ നേരിടേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെ, ഇസ്ലാമിൻ്റെ അഖീദയെ, ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ പ്രമാണബദ്ധമായി ലോകത്തിന് പഠിപ്പിക്കേണ്ടതുണ്ട്. 10,000-ഓളം വരുന്ന ദായിമാരെ എല്ലാ തരത്തിലുമുള്ള അറിവ് നൽകിക്കൊണ്ട് പുറത്തിറക്കാൻ പോവുകയാണ്. കേവലം ആൾക്കൂട്ടങ്ങളുടെ ഒരു മേളനമല്ല ശതാബ്ദി സമ്മേളനം കാസർഗോഡ് കുണിയയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കുക എന്നത് അത്രമേൽ പ്രയാസകരമായ ഒരു കാര്യവുമല്ല. അത് ഏത് സംഘടനക്കും, ഒരുപക്ഷെ ഇത്രത്തോളം ഇല്ലെങ്കിലും ഏത് സംഘടനയ്ക്കും കഴിയുന്നതാണ് ആൾക്കൂട്ട നിർമ്മിതി എന്ന് പറയുന്നത്. ആൾക്കൂട്ടങ്ങളെ എങ്ങനെ വഴിതെളിക്കുന്നു എന്നതാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തുക. എങ്കിൽ ശതാബ്ദി സമ്മേളനം ആൾക്കൂട്ടങ്ങളുടെ മേളന നാളിന് വേണ്ടിയിട്ടല്ല. അതോടൊപ്പം തഹിയ മുന്നോട്ട് വെക്കുന്ന ദഅവത്തിൻ്റെ അധുനാധുനികമായ നമ്മുടെ പാരമ്പര്യ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അധുനാധുന സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനതയ്ക്ക് വഴിതെളിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ
മുന്നിട്ടിറങ്ങുന്ന പദ്ധതിയുമായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, അദ്ദേഹം ദ്വീപിലേക്ക് പോയി ഹുജറ പള്ളികൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ലക്ഷദ്വീപിലായിരുന്നു. അഗത്തിയിലും ആന്ത്രോത്തിലും കവറത്തിയിലും സന്ദർശിച്ചു. അവിടെയൊക്കെയും പള്ളികളും പള്ളിയോടുകൂടെ ഹുജറകളുണ്ട്. ഉജ്റ എന്നവർ പറയും. ചിലത് ഉജ്റ പള്ളികളാണെങ്കിൽ ചിലത് ത്വരീഖത്തിൻ്റെ മശായിഹന്മാരുടെ സങ്കേതങ്ങളാണ്. അവിടെ മൗലിദും റാത്തിബുകളും നടക്കുന്നുണ്ട്. അത്തരം ഉജ്റകളിൽ നിന്നുകൊണ്ടാണ് ദീമു സമൂഹത്തിൻ്റെ വിപ്ലവകരമായ ദൗത്യത്തിന് ശൈഖ് അവർകൾ കർമ്മകാണ്ഡമൊരുക്കിയത്. ഇപ്പോഴും ആ ഉജ്റ പള്ളികളുണ്ട്. അദ്ദേഹം കൽപ്പേനി പള്ളിയിൽ പ്രതിനിധിയെ നിശ്ചയിച്ച് അല്പസമയം കാലത്തിന് ശേഷം കവരത്തിയിലേക്ക് പോയി. കവരത്തിക്കാരും ശൈഖ് അവർകളെ ആദരപൂർവ്വം സ്വീകരിച്ചു. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ, അനുഗ്രഹങ്ങൾ തേടാൻ അവരും നിരന്തരം സമീപിച്ചു. അവിടെയും ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഹുജറ പള്ളി എന്നാണ് ഇന്നും അതറിയപ്പെടുന്നത്. 4 ദിവസം മുമ്പേ നാട്ടിലേക്കുള്ള യാത്ര തിരിക്കുന്നതിന് മുമ്പേ ഉജറ പള്ളി ഞാൻ സന്ദർശിച്ചു. പൗരാണിക പാരമ്പര്യത്തിൻ്റെ എല്ലാ എടുപ്പുകളും നിലനിൽക്കുന്ന പള്ളി, മഹാനവറുകളുടെ എല്ലാ ആത്മീയമായ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന പള്ളി എവിടെയുണ്ട്. ഹബീബിങ്ങളെ, തുടർന്ന് അഗത്തി, ആന്ത്രോത്ത്, കിൽത്താൻ തുടങ്ങിയ ദ്വീപുകളിലും പ്രബോധനാവശ്യാർത്ഥം അദ്ദേഹം സഞ്ചരിച്ചു. നിങ്ങൾ നോക്കൂ, അമീറെ ജസായിർ എന്ന പേരിലാണ് ശൈഖ് അവർകൾ അറിയപ്പെടുന്നത്. അങ്ങ് ദൂരെ ബാഗ്ദാദിൽ, ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലെ 12ാമൻ ഹിബത്തുല്ലാഹിൽ ബഗ്ദാദി ഇന്ത്യയിലെത്തി. കർണാടകയിലെ അങ്കോളയിൽ അവിടുത്തെയുടെ മകനും മൂസ വലിയുള്ള അവിടുത്തെയുടെ മകനാണ് മുഹമ്മദ് ഖാസിം. നോക്കൂ, പ്രബോധന ജീവിതത്തിൻ്റെ ഒരു സഞ്ചാരം. കടലലറുന്ന ദ്വീപ് സമൂഹങ്ങളിൽ, ലഗൂണെന്ന വെള്ളിയരയാണം കെട്ടിയ ദ്വീപ് സമൂഹങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് മുന്നിൽ പോലും ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൻ്റെ ദീപ്തി എത്തിക്കുന്നതിന് വേണ്ടി ദഅവത്ത് തെരഞ്ഞെടുത്തു. കേവലം വലിയായി മന്ത്രമായി ഇരിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഇരിക്കുന്നവരും ചരിത്രത്തിലുണ്ട്. പക്ഷെ ദഅവത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയായിരുന്നു. അദ്ദേഹം ആന്ത്രോത്ത് ദ്വീപിലെ ഒരു തറവാട്ടിൽ നിന്ന് ആയിഷ ബീവി എന്നവരെ വിവാഹം ചെയ്തു. ഈ ദാമ്പത്യവല്ലരിയിൽ ഇസ്ലാമിക സമൂഹത്തിന് വലിയ ഉപകാരം ലഭിച്ച മഹാന്മാരായ സന്തതികളാണ് പിറന്നത്. ആൺമക്കളെല്ലാവരും ദ്വീപുകളിൽ ആത്മീയ നായകത്വം വഹിച്ചവരാണ്. ഇവരിൽ സയ്യിദ് അബൂ സാലിഹ് എന്നവരുടെ പുത്രൻ സയ്യിദ് ഖാസിം കവരത്തി പരപ്പനങ്ങാടിലെത്തിയതു മുതൽ ഈ പരമ്പരയിലൂടെയുള്ള ജീലാനി സാദാത്തുക്കൾ കേരളത്തിനും വെളിച്ചമേകി തുടങ്ങി. നിങ്ങൾ പലപ്പോഴും സംശയിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഒരുപാട് ത്വരീഖത്തുകളുണ്ട്? ഖാദിരിയ, റിഫായിയ, ചിസ്തിയ, സുഹ്റവർദിയ, ദസൂഖിയ, തിജാനിയ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ത്വരീഖത്തുകളുണ്ട്. നിങ്ങൾ പലപ്പോഴും സംശയിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് കേരളത്തിൽ താരതമ്യേന കൂടുതൽ ഖാദിരിയകൾ, ഖാദിരി ത്വരീഖത്ത് വ്യാപകമായത് എന്ന്. ഒരുപക്ഷെ ഖാദിരി ത്വരീഖത്തും റിഫായിയ ത്വരീഖത്തും വ്യാപകമായതുപോലെ കേരളത്തിൽ മറ്റു ത്വരീഖത്തുകൾ അത്രമേൽ വ്യാപകമല്ല. ഈ 2 മഹാന്മാരെ അറിയുന്നത് പോലെ മറ്റുള്ളവരെ അത്രമേൽ അറിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അതിതാണ് കാരണം. പരമ്പരയിലൂടെ കടന്നു വന്ന അവരുടെ പേരക്കുട്ടി പരപ്പനങ്ങാടിയിലെത്തി. അങ്ങനെയാണ് കേരളത്തിൽ ജീലാനി പരമ്പര ആരംഭിക്കുന്നത്. നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്. ഖാസിം വലിയുല്ലാഹിയുടെ ആത്മീയ സേവന ജീവിത വഴിയിൽ ആവശ്യമായി വന്ന ഘട്ടങ്ങളിൽ ഇസ്ലാമിക ദഅവത്തിന് അനേകം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസാധാരണമായ സംഭവ വികാസങ്ങൾ ആ ജീവിതത്തെ വെളിച്ചപ്പെടുത്തിയിട്ടുണ്ട്. ദ്വീപ് നിവാസികൾക്ക് മാത്രമല്ല, ശൈഖ് അവർകളെ അവലംബിക്കുന്നവർക്കെല്ലാം ബർക്കത്തും സഹായം ലഭിച്ചുകൊണ്ടിരുന്നു. ഇന്നും അങ്ങനെയാണ്. കവരത്തി ദ്വീപിൽ കാക്കകളെ കാണാനില്ല. എല്ലാ ദ്വീപിലുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ലക്ഷദ്വീപിൽ എന്ന് പറഞ്ഞു പോയതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കവരത്തി ദ്വീപിൽ പ്രത്യേകമായി കാക്കകളെ കാണാനില്ല. അതിനൊരു കാരണമുണ്ടായി. ഒരു ദിവസം ഖാസിം വലിയുല്ലാഹി നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തലപ്പാവിലേക്ക് ഒരു കാക്ക കാഷ്ടിച്ചു. നിസ്കാരത്തിന് താമസമുണ്ടാകും വിധത്തിൽ നടന്ന ഇത് മഹാനവറുകൾക്ക് മനപ്രയാസമുണ്ടാക്കി. അപ്പോൾ ഇവിടെ കാക്ക വേണ്ട എന്ന പ്രഖ്യാപനം കവരത്തിയിൽ കാക്കയില്ലാതായത് എന്നാണ് ചരിത്രം. ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നുണ്ടാകാം. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ കവരത്തിയിൽ പോകൂ, അവിടെ കാക്കയില്ല.
കവരത്തിയിലേക്ക് കാക്കയെ പെട്ടിയിലാക്കി കൊണ്ടുപോയ വിദ്വാൻമാരുണ്ട്. അവിടെ കാക്ക വസിക്കുമോ എന്നറിയാൻ കാക്ക തിരിച്ചു പറക്കുകയോ കാക്ക ചത്തുവീഴുകയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കവരത്തി ദ്വീപിലെ സ്ത്രീകൾക്ക് പ്രസവ വേദന അനുഭവപ്പെടാറില്ല എന്നത്. ഞാൻ ഈ സംഭവം കവരത്തി ദ്വീപിലെ നല്ല പ്രായമുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിയോടെ അത് സമ്മതിച്ചു. അതായത് പ്രസവ വേദന കൊണ്ട് പിടയ്ക്കുന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ നിസ്കാരത്തിനിടയിൽ കേട്ടപ്പോൾ അവരുടെ വേദന കണ്ട് ഖാസിം വലിയുള്ള പറഞ്ഞു, ഇനി ഇവിടെ പ്രസവ വേദന വേണ്ട. ഈ പ്രസ്താവനയാണിത്. കാരണം നോക്കൂ, ഇപ്പോഴും കവരത്തിയിൽ അത് ആനുപാതികമായി ഉണ്ട്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അറിയുക, ഖാസിം വലിയുല്ലാഹി നിർദ്ദേശിച്ച ചില വലായിഫുകൾ അവർ പൂർത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ചില പ്രശ്നങ്ങൾ എല്ലാ നാടുകളിൽ എന്നതുപോലെ ദ്വീപ് സമൂഹങ്ങളിലേക്കും പടരുന്നുണ്ട്. ഹബീബിങ്ങളെ, അപ്പോൾ ഷെയ്ഖ് അവറുകളുടെ ചരിത്രം പറയാൻ കാരണം രണ്ടാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രബോധന ദൗത്യം പറയുക ലക്ഷ്യമായിരുന്നു. രണ്ടാമത്തെ ഒന്ന്, ദിവസങ്ങൾക്ക് ശേഷം ലൈവിൽ വരുമ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് മിനിഞ്ഞാന്ന് വന്ന ഒരാളെന്ന നിലക്ക് നമ്മൾ ഈ തഹിയയുടെ സമാരംഭത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ്. 28,261 രൂപയാണ് ഇപ്പോൾ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത്. തഹിയയുടെ ആപ്പിൽ ഇപ്പോൾ നമ്മുടെ വകയായി വന്ന് കിടക്കുന്നത്. ഹബീബിങ്ങളെ, നിങ്ങൾ ഈ ലൈവിൽ കേൾക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ പല രൂപത്തിലും പൈസ കൊടുത്തിട്ടുണ്ടാവും. ഞാനും കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും 2-3 തവണ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം സംഘടനയുടെ പേര് വരുമ്പോൾ കൊടുക്കണം, റേഞ്ചസിലെ ഉസ്താദുമാർ വരുമ്പോൾ കൊടുക്കണം, ജില്ലാ സമസ്തയുടെ പേരിൽ കൊടുക്കണം, അതിനൊക്കെ പുറമെ ഓസ്പോജനയുടെ പേരിൽ കൊടുക്കണം. ഇപ്പോൾ ഇതിനും കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ വലിയ സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും നിങ്ങളൊരു ഹദിയയായി നൽകുക. ഒരു ചെറിയ, ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് ലൈവിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സുതാര്യമായ ആപ്പിൽ കയറിയാൽ നിങ്ങളുടെ പേരടിക്കുക, മൊബൈൽ നമ്പർ അടിക്കുക. പേര് ഹൈഡ് ചെയ്യണമെങ്കിൽ അതിന് മാർഗ്ഗമുണ്ട്. നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ആ സംഖ്യ ഇവിടെ തെളിയുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നോക്കൂ, എന്തുകൊണ്ട് സമസ്ത 100ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ എന്നൊരു ചോദ്യം. സാമൂഹിക ശാസ്ത്രം അനുസരിച്ച് ഒരു സംഘടന 100 വർഷം അതിജീവിക്കുക, സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആ സംഘടന സർവൈവ് ചെയ്യണമെങ്കിൽ അപ്ഡേഷൻ വരുത്തണം. അടിസ്ഥാന കാര്യങ്ങളിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ തിരുത്തലുകൾ ഉണ്ടാക്കണം. അല്ലാതെ പുതിയ കാലത്തോട് വെല്ലുവിളിക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കഴിയില്ല, ഒരു മതസംഘടനക്കും കഴിയില്ല. പക്ഷേ ഒരാത്മീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണത് കഴിഞ്ഞത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്ന് വരെ തിരുത്തപ്പെട്ടിട്ടില്ല. പ്രായോഗികമായ പ്രാക്ടിക്കലായ ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മദ്രസകളൊക്കെ എന്താണെന്നതിന് പേര്, സ്മാർട്ട് ക്ലാസ് റൂം ആയിട്ടുണ്ട്. അത് 50-100 കൊല്ലം മുമ്പില്ല. അപ്പോൾ പ്രായോഗികമായി ആശയതലത്തിൽ അതിൻ്റെ ആദർശ തലത്തിൽ ഒരു മാറ്റവും വരുത്താതെ അപ്ഡേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അടിസ്ഥാനപരമായ അതിൻ്റെ ബേസിക്കായ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന തിരുത്തപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഈ പ്രസ്ഥാനം 100 കൊല്ലത്തെ അതിജീവിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഒരുപക്ഷെ നമ്മുടെ ലൈഫിലെ ആദ്യത്തെയും അവസാനത്തെയും നൂറ്റാണ്ടിൻ്റെ സമ്മേളനമാണിത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മളില്ല. 200ാമത് വാർഷികം നടക്കുമ്പോൾ നമ്മളാരും ഉണ്ടാകില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ പോലും അന്നുണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലെ ആദ്യത്തെയും അവസാനത്തെയും നൂറ്റാണ്ടിൻ്റെ മേളനമാണ് നടക്കാൻ പോകുന്നത്. നോക്കൂ ഹബീബിങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ഫീ യമനിനാ വശാമിനാ, ഷാമിലും യമനിലും ബർക്കത്ത് ചെയ്യണമേ അല്ലാഹ്. ഹബീബിങ്ങളെ, 29,183 രൂപയാണ്. ഇന്ന് കഴിയുന്നവരൊക്കെ അതിലേക്ക് സംഭാവന നൽകണം. ഞാൻ ഖാസിം വലിയുള്ളാവിൻ്റെ ഒരു ബർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ലേ, അവരെ തൗസലാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്.
എൻ്റെ വീട്ടിലേക്കല്ല, നമ്മുടെ അഡ്മിൻ ഡെസ്കിനല്ല, SKICR-നല്ല, നമ്മുടെ തഹിയക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൊച്ചു സംഖ്യ, 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങളതിൽ അത് ബർക്കത്തിൽ പങ്കാളിയാകാൻ വേണ്ടി. ഉസ്താദ് വരും പ്രാർത്ഥനയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞു, അല്പസമയത്തിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞാലും ഇത് ലിങ്ക് ഇവിടെ കിടക്കും, നിങ്ങൾക്ക് നാളെയൊക്കെ ഇടാം. പക്ഷേ 1 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ ഇന്നത്തെ ദുആക്ക് മുമ്പ് എത്തിപ്പെടുകയാണെങ്കിൽ മാഷാ അല്ലാഹ് അത് വലിയൊരു സഹായമായി മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാ? വരും. നമ്മുടെ ഉസ്താദ് ദുആക്ക് എത്തിയിട്ടുണ്ട്. ഒരു കസേര വിട്ടൂടെ, രണ്ടാൾക്കും ഫോക്കസ് ചെയ്യാന്നുണ്ട്. പിന്നെ ഈ കസേരയാണ് മാറ്റാം. ഒന്ന് വലുതൊന്ന് ചെറുതോ കണ്ട. അല്ല, എന്തൊരു വർത്താനം പറയണേ, എപ്പോഴല്ലേ ആൾക്കാർ സഹകരിക്കും. ഹബീബ് നിങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്തോ. ജമിയത്തുൽ മുദരിസീൻ്റെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി, പ്രൊഫറ്റിക് മെഡിസിനിലൊക്കെ ഡോക്ടറേറ്റുള്ള, നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ആധ്യാത്മിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, വലിയ ഒരു ദർസൊക്കെ നടത്തുന്ന നമ്മുടെ അബ്ദുൽ ലത്തീഫ് ഹൈത്തമി ഉസ്താദ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരും പല രീതിയിൽ മാഷാ അല്ലാഹ് 30,650 രൂപയായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ആ ദുആയിൽ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പറ്റുന്നവർ 1000 രൂപ പറ്റുന്നെങ്കിൽ 1000 രൂപ. 1 കിലോ അറക്കിയ മീനിന് ഞങ്ങളുടെ ചാവക്കടക്കണില്ല 800 രൂപയാണ് ഉസ്താദ്. 1 കിലോ അറക്കിയ മീനിന് നിങ്ങൾ പലതിലും സംഭാവന നൽകിയിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും 1000 രൂപ വെച്ച്, അല്ലെങ്കിൽ 501 രൂപ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഫണ്ട് ഇടാൻ അതിൻ്റെ ടെക്നിക്കൽ വശം അറിയില്ലെങ്കിൽ നിങ്ങളവിടെ കമൻറ്റ് ചെയ്താൽ നിങ്ങളെ അവിടെ നമ്മുടെ എല്ലാ അഡ്മിൻ ഡെസ്കിലെ മുഴുവൻ ആളുകളും വളരെ ജാഗ്രതയോടെ അവിടെ ഇരിക്കുന്നുണ്ട്. ചന്തോത്ത് പേരോടിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അഡ്മിൻസ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഷിഹാബ് തങ്ങൾ എലമ്പുലാശ്ശേരി, ഷഹീർ മണലടി, അനിഷാദ്, യൂനുസ്, നമ്മുടെ ഹിലർ സാഹിബ് ആൻഡ് നമ്മുടെ കൈപ്പുറം പേര് വിട്ടുപോയാൽ പഠിച്ചാൽ അവരൊക്കെ അവിടെ ഉണ്ട്. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർ അഡ്മിനോട് നേരിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് പൈസ കയറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അഡ്മിനോട് അയച്ചു കൊടുത്താൽ അവരുടനെ കയറ്റും. മാഷാ അല്ലാഹ് ഒറ്റ മിനിറ്റിൽ 1000 രൂപ കയറിയിട്ടുണ്ട്. 31,581 രൂപ. 1 ലക്ഷം രൂപയാണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. ഉസ്താദ് പ്രാർത്ഥിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദിനും അല്പസമയം സംസാരിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചു, യമനിലും ഷാമിലും നീ ബർക്കത്ത് ചെയ്യണമേ. അപ്പോൾ ഒരാൾ പിറകിൽ നിന്ന് പറഞ്ഞു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നബിയെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയില്ല. വലം യർദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി വേണ്ടിയില്ല. രണ്ടാമതും മൂന്നാമതും റസൂലുള്ളാഹി പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ ബാരിക് ഫീ യമനിനാ വ ഷാമിനാ. അപ്പോഴൊക്കെ അയാൾ പറയുന്നുണ്ട് വഫീ നജ്ദിന. 4ാമത്തെ തവണ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫീഹി അൽ ഫിത്തൻ, അവിടെയാണ് ഫിത്ന. കർണു ശൈത്താൻ അവിടെയാണ്, പിശാചിന്റെ ആധിപത്യം അവിടെയാണ്, നജ്ദിലാണ്. ആധുനിക സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ റിയാദിനടുത്തുള്ള ഉയൈന, അവിടെയാണ് ഈ നജ്ദ്. അവിടെ നിന്ന് വന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം, ഇബ്ൻ അബ്ദുൽ വഹാബ് അവിടെ നിന്ന് വന്നയാളാണ്. ഹബീബ് നിങ്ങളെ അപ്പോൾ റസൂൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് യമനിനും ഷാമിനും വേണ്ടിയിട്ടാണ്. ഇത് ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല. ഈ ഷാം എന്ന് പറയുന്നത് കേവലം ഒരു ഗ്രാമമോ ഒരു പട്ടണമോ മാത്രമല്ല. ഇപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ, വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലല്ലോ. അവിടെ കൽപ്പറ്റയും മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ഉണ്ട്. വയനാട് അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തിന്, ഏരിയക്ക് പറയുന്ന പേരാണ്, ഒരു ജില്ലക്ക് വേണമെങ്കിൽ പറയുന്ന പേരാണ്. അങ്ങനെയാണെങ്കിൽ ഷാം എന്ന് പറയുന്ന ഒരു പട്ടണമല്ല. പട്ടണമുണ്ടെങ്കിലും കുറേ ഏരിയകൾ, ആ ഏരിയയിൽ മദീന വരെ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ്. എന്നാൽ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ റിയാദൊന്നും ദമാമൊന്നും അതിൽ പെട്ടിട്ടില്ല. നോക്കൂ, അപ്പോൾ മദീനയ്ക്കും അഥവാ ഷാമിനും യമനിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയുടെ സാർത്ഥകമായ സത്ഫലം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മദീനയിൽ നിന്ന് എത്രയെത്ര പ്രബോധകന്മാരാണ് ലോകത്തേക്ക് വെളിച്ചമായി കടന്നുപോയത്. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. കേരളത്തിൻ്റെ വൈജ്ഞാനിക നവജാഗരണത്തിൻ്റെ കൊടി പറത്തിയ മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് അവരുടെ പരമ്പര തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് നിന്നാണ്.
അവിടേക്ക് അവരുടെ പരമ്പര വരുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലൂടെയാണ്. അവിടുത്തെ ആദ്യ പരമ്പരാഗതൻ കൊച്ചിയിൽ വന്നു. അവിടെ നിന്നാണ് അലി മഅബർ റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ നോക്കൂ, അപ്പോൾ പൊന്നാനി, കൊച്ചി, കായൽപട്ടണം ആൻഡ് മദീന, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. ഇനി യമൻ എടുത്തു നോക്കൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബാനിയായ ബാലവി ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഫിൽ യമൻ, യമനിൽ നിന്നാണ്. 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ജനറൽ പദവിയിലിരുന്ന ക്രാന്തദർശിയായ 21-ാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ ഇമാം ഷാഫി എന്ന് അറിവാളന്മാർ ആദരവോടെ വിളിച്ച മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ, അവരുടെ പരമ്പര യമനാണ്. ഇന്നത്തെ നായകൻ ഏതു കൊടുങ്കാറ്റിലും മാടിയുലയാത്ത പായ്മരത്തൂണ് പോലെ നിൽക്കുന്ന ആദർശത്തിന്റെ വജ്രസമാനമായ നിലപാടെടുക്കുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദിന്റെ ജിഫ്രി ഖബീല യമനിൽ നിന്നാണ്. കേരളത്തിന്റെ മതേതര ഭൂമികയെ മനോഹരമാക്കിയ പാണക്കാടിന്റെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബീല, അതും യമനിൽ നിന്നാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ നിർമ്മിതിയിൽ സന്ദേശം നൽകിയ ബാഫഖി തങ്ങളുടെ ബാഫഖീഹ് ഖബീല യമനിൽ നിന്നാണ്. കോഴിക്കോട്ടക്കാലി മുഹമ്മദ് ജമലുല്ലൈലി കോയ തങ്ങളുടെ ഖബീല ജമലുല്ലൈലി ഇന്തോനേഷ്യയിലെ കച്ചിൽ നിന്നാണ്. പക്ഷേ ഈ തമീമിൽ നിന്ന്, യമനിൽ നിന്ന് പോയ അവരുടെ ഒരു സയ്യിദ് അഹമ്മദ് എന്നവരുടെ പേരക്കുട്ടിയാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അത് യമനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യം വന്നത് സയ്യിദ് ഖുത്ബ് ജമലുല്ലൈലി തങ്ങളാണ്. കടലിൽ മുസല്ലയിട്ടാണ് കടലുണ്ടിയിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. മുബശ്ശിർ ജമലുല്ലൈലി തങ്ങൾ, മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ നമ്മുടെ സംഘടനാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഐദ്റൂസി അൽ അസ്ഹരി അൽ ഖാദിരി, അവരുടെ അൽ ഐദ്റൂസി ഖബീല യമനാണ്. ഖുതുബുസ്സമാൻ വലിയുള്ള മമ്പറം തങ്ങളുടെ ബാലവി ഖബീല യമനാണ്. ഇനി ഏതാ ഉസ്താദ് ഖബീലുള്ളത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു കാലഘട്ടത്തിന്റെ ആത്മീയ നായകൻ, മഹാസമ്മേളനങ്ങളിൽ യാ വദൂദ് യാ വദൂദ് എന്ന് വിളിച്ച് നിഷ്കളങ്കമായി ദുആ ചെയ്ത വൈസ് പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് ഹാമിദ് കോയമ്മാൽ ബുഖാരി സാഹിൽ ഖാദിരി. ഞങ്ങൾ സംസാരിക്കുന്ന ചാവക്കാടിന്റെ ഒരു വിളിപ്പാടടുത്തുണ്ട്. അവരുടെ ബുഖാരി ഖബീല USSRൽ നിന്നാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സോവിയറ്റ് റഷ്യ. പക്ഷേ സയ്യിദ് അഹമ്മദിന്റെ പേരക്കുട്ടിയാണ് റളിയല്ലാഹു അൻഹു ബുഖാറയിൽ പോയത്. ഇനി ഞാനിവിടെ എണ്ണി പറയാത്ത ഏത് കബീലയുണ്ട്, ആ കബീലകളൊക്കെ യമനുമായി കണക്ട് ചെയ്യുന്നുണ്ട്. വേറെ ഹദീസിൽ പുണ്യനബി പറഞ്ഞു, ഇൽമ് യമാനിയാണ്, ഹിക്മത്ത് യമാനിയാണ്. ഹിക്മത്ത് പ്രബോധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ മൗഇദത്തി വൽ ഹിക്മ. അപ്പോൾ പ്രബോധനങ്ങളുടെ ജ്ഞാനോദയ സിദ്ധി മുഴുവൻ യമനാണ്. പാരമ്പര്യത്തിന്റെ സകല ശില്പഭദ്രതയും യമനാണ്. ഇൽമ് യമനാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാനി യമനിയാണ്. ഈ നൂറ്റാണ്ടിലും വരാനിരിക്കുന്ന നൂറ്റാണ്ടിലും പ്രശോഭിതമാകുന്ന ശംസുൽ ഉലമ യമനിയാണ്. ഇപ്പോൾ നമ്മൾ നമിക്കുന്ന സയ്യിദുൽ ഉലമയും യമനിയാണ്. നമുക്ക് ഉമർ ഖാലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് വംശപരമ്പര എത്തിച്ചേരുന്നുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേവലം ഒരു നോട്ടീസ് അടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാതിരുന്ന ആ നജ്ദിൽ നിന്ന് വന്ന ചില സന്ദേശങ്ങൾ കേരളത്തിൽ എത്തിച്ചേർന്നു. ബാക്കിയുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഉസ്താദ് സംസാരിക്കും. ബാക്കി നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഒരു സംഘടനയെ വിലയിരുത്താൻ നമ്മുടെ KCR നമ്മളാണ്, എൻ്റെ ഫേസ്ബുക്ക് ലൈവാണ്, അതുപോലെ നമ്മുടെ വേദിയിൽ നമ്മൾ പറയും മാഷാ അല്ലാഹ് 34,648 രൂപയായിട്ടുണ്ട്. അള്ളാഹുവെ വലിയ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഉസ്താദ് ദുആ ചെയ്യും, അള്ളാഹുവെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ, അള്ളാഹുവെ രോഗങ്ങൾക്ക് ശമനം നൽകണേ, അള്ളാഹുവെ. ഇത് കേൾക്കുന്നവരെ ഖാസിം വലിയുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ് തുടങ്ങിയത്. 1 രൂപയെങ്കിലും നിങ്ങൾ ഈ പേരിൽ ഇതിൻ്റെ ഒരു ബർക്കത്തിന് വേണ്ടി നിങ്ങൾ നൽകുക. നൽകിയില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. നമ്മളാരും നൽകിയില്ലെങ്കിലും അത് 50 കോടി പിന്നിടുക തന്നെ ചെയ്യും. പക്ഷേ നൽകുമ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മദ്രസയിലും നാട്ടിലൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ബർക്കത്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്
അത് നമ്മുടെ ഒരു ടാർഗറ്റ്. നമ്മളോട് നിങ്ങൾ ഇത്ര പിരിച്ചു തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ താല്പര്യമെടുത്ത് ചെയ്യുന്ന ഒന്നാണ്. ചിലരൊക്കെ ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ കമൻറ്റിൽ ഭയങ്കര എന്തി വലിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കാതെ, ഉസ്താദുമാരോടൊന്നും നമ്മളിങ്ങനെ പിരിക്കണം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു എഫേർട്ട് എടുത്ത് നമ്മുടെ അഡ്മിൻ ഡെസ്കിൻ്റെ താല്പര്യപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ 1,00,000 ഉസ്താദ് വരക്കുമ്പോൾ ഒരു ടാർഗറ്റ് തേക്കണം. 35,091 രൂപയായിരുന്നു. മാഷാ അല്ലാ, അള്ളാഹു കബൂൽ ചെയ്യണം. അപ്പോൾ ഒരു സംഘടനയെ വിലയിരുത്താൻ മൂന്ന് മാനദണ്ഡമാണ്. ഒന്ന്, എന്താണ് അവരുടെ മിഷൻ, എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഭരണഘടന, ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേവലം സമസ്തയെക്കുറിച്ചല്ല, ഏത് സംഘടനയെയും വിലയിരുത്താൻ ആധുനികമായ ഒരു മാനദണ്ഡമാണ് എന്താണ് അവരുടെ മിഷൻ, ആരാണ് അവരുടെ ലീഡർഷിപ്പ്, ആൻഡ് എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ സംഭാവന ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നും വിലയിരുത്തും. ഇതൊരു നിഷ്പക്ഷമതിയായത് കേൾക്കുന്നവരെ നിങ്ങൾ വിലയിരുത്തും. 35,135 ഉസ്താദെ അര മിനിറ്റിൽ 1000 വെച്ച് കയറുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഞാൻ നേരത്തെ പറഞ്ഞ സുലൂക്കിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഉസ്താദ്. മുമ്പിലിരുത്തി ഇങ്ങനെ പറയാൻ പാടില്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഖാസിം വലിയുള്ള തങ്ങളെ തവസ്സുൽ ചെയ്തിട്ടാണ് ദുആ ഇറക്കുന്നത്. മറയപ്പെട്ടു പോയ, നമ്മുടെ കണ്ണിൽ നിന്ന് മറയപ്പെട്ടു പോയ നമ്മുടെ എല്ലാ മഹാരഥന്മാരായ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ അവർക്ക് ഫാത്തിഹ വിളിച്ചിട്ട് അത് ഉയർക്കാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ 1000 തന്നവർക്ക് ഇതൊക്കെ കേട്ട് തോന്നുകയാണ് 2000 ഇടണമാണ്, അങ്ങനെ ഇട്ടോളും. അങ്ങനെ നമ്മളിതൊന്ന് പൂർത്തിയാക്കുക. അപ്പോൾ ഈ 3 മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത് പറഞ്ഞു, രണ്ടാമത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ്. നോക്കൂ, ഇതിനെ നയിച്ച മഹാന്മാരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. കണ്ണിയത്ത് ഉസ്താദിനോട് ഒരു ആലിം വന്നിട്ട് പറഞ്ഞു, ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ ഒന്ന് ദുആ ചെയ്യണം. എന്താ ദുആ? അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊന്ന് കിനാവിൽ കാണണം. കിനാവിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഉസ്താദ് നിഷ്കളങ്കനാണല്ലോ, കണ്ണിയത്ത് ഉസ്താദ് വളരെ നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അവരുടെ ഒരുപാട് ചരിത്രം നമുക്കറിയാം. ഞാനിപ്പോൾ അതിവിടെ ആവർത്തിക്കുന്നില്ല. ഉടനെ തിരിച്ചൊരു ചോദ്യം, കിനാവിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലേ എന്നായിരുന്നു. മാഷാ അല്ലാഹ്, അര മിനിറ്റിൽ 1000 കൂടി 36,398 രൂപ, 36,711 രൂപയായിരുന്നു. മാഷാ അല്ലാഹ്, അള്ളാഹുവെ കബൂൽ ചെയ്യണേ തമ്പുരാനെ, അള്ളാഹുവെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അള്ളാഹുവെ. ഇനി ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരരുത്. ഈ പ്രാർത്ഥന ആഗ്രഹിച്ചിട്ടാണല്ലോ അവർ. ആമീൻ പറയുന്നവർ വലിയ വലിയ മനുഷ്യന്മാരുണ്ടാവും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവ് കണ്ടവരുണ്ട്, മുസ്തഫായ നബി എല്ലാം സ്നേഹിക്കുന്നവരുണ്ട്. അവരൊക്കെ ആമീൻ പറയും, പുസ്തകം തോരക്കും. മാഷാ അല്ലാഹ്, 37,057. ഹബീബിങ്ങളെ, കണ്ണിയത്ത് ഉസ്താദ് തിരിച്ചൊരു ചോദ്യം, കിനാവിലും നിങ്ങൾ റസൂലുള്ളാനെ കണ്ടിട്ടില്ലേ? കിനാവിലും റസൂലുള്ളാനെ കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ എന്താ അർത്ഥം? കിനാവിൽ കാണാൻ ദ്വാരക്കാൻ പറഞ്ഞു. അപ്പോൾ കിനാവിൽ റസൂലുള്ളാനെ കാണുക എന്നുള്ളത് കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു കാര്യമല്ല, ഒരു അത്ഭുതമുള്ള കാര്യമില്ല. കിനാവിൽ കാണുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ്. കാരണം ഒരു പക്ഷേ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഫിൽ യഖ്ളത്തി ഉണർച്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഒരാളോട് കിനാവിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ തിരിച്ചു ചോദിക്കുന്നത്. ആ മഹാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചായപ്പൊടി കൊടുത്തയച്ചു ഒരു ടീം. കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, കട്ടായ അല്ലെങ്കിൽ കട്ടായ കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ അഡ്മിന്മാരൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം കൊടുക്കൂട്ടോ, ഏകദേശം ദുആ തുടങ്ങാൻ പോവാണ്, ആർക്കെങ്കിലും അതിൽ സംഭാവന ചെയ്യാൻ പ്രയാസങ്ങളുണ്ടെങ്കിൽ നേരിട്ട്. നേരത്തെ ഞാൻ വിട്ടുപോയവർ ആസിഫ് പട്ടാമ്പിയാണ് കേട്ടോ, ആസിഫ് കൈപ്പുറം, സോറി, അദ്ദേഹം നമ്മുടെ അഡ്മിനാണ്, അദ്ദേഹം സജീവമായ രംഗത്തുണ്ട്. അപ്പോൾ അവരൊന്ന് ബന്ധപ്പെട്ടിട്ട് ഇന്ന് തന്നെ ഈ ദുആക്ക് മുമ്പ് തന്നെ അവരുടെ ഒരു ഹദിയയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കൂട്ടോ. അഡ്മിൻ എല്ലാവരും രംഗത്തുണ്ടല്ലോ. അദ്ദേഹത്തോട് ചായപ്പൊടി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാന്ന് പറഞ്ഞു. അവിടെ കുറേ ആൾക്കാർ കാണാൻ വരുമല്ലോ, അപ്പോൾ അവിടെ വരുന്നവർക്ക് ചായ കൊടുക്കാനാന്ന് അവർ പറഞ്ഞു. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് വീട്ടുകാരോട് പറയാണ്, ഈ പാക്കറ്റ് മാറ്റി വെക്കണം, ഇതിൽ നിന്ന് എനിക്ക് ചായ ഉണ്ടാക്കി തരരുത്. ഇവർ പറഞ്ഞത് ഇവിടെ വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചൊക്കെ,
അവരങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അവരുദ്ദേശിച്ച ഉസ്താദും കുടിക്കുക പിന്നെ വരുന്നവർക്കൊക്കെ സഹായിക്കോട്ടെ എന്ന് എഴുതിയിട്ടല്ലേ. പക്ഷെ കണ്ണിയത്ത് ഉസ്താദ് വാക്കർത്ഥത്തിലെടുത്തു, വാക്ക് പ്ലസ് അർത്ഥം. അതിൻ്റെ വാക്കർത്ഥത്തിലെടുത്തിട്ട് പറയാണ് എനിക്കതൊന്നും വേണ്ട. അത്ര സൂക്ഷ്മതയോടെ ജീവിച്ച ആളാണ് കണ്ണിയത്ത് ഉസ്താദ്. ധാരാളം സംഭവങ്ങൾ പറയാറുണ്ട്. എത്രയൊക്കെ വാങ്ങുക 6. അപ്പം അതുകൊണ്ട് സമയത്തിനൊരു പരിമിതിയുണ്ട്. 6:34 ഉസ്താദ് കുറച്ച് സംസാരിച്ച് ദ്വയറക്കേണ്ടതുണ്ട്. അതിന് ശേഷം വേണമെങ്കിൽ ഞാൻ ബാക്കി ഭാഗം പറയാം. ലത്തീഫ് ഹൈത്തമി ഉസ്താദുകളെ ക്ഷണിക്കുന്നു. മൈക്ക് കൈമാറുന്നുണ്ട്. 2 വാക്ക് പറഞ്ഞിട്ട് അതിലാണ് ഇത് വേണ്ട, ഇത് കയ്യിലെടുത്ത് പറഞ്ഞു പറഞ്ഞു. അതിൽ സംസാരിച്ചിട്ട് മതി, സംസ്ഥാനെ പറ്റി പറഞ്ഞിട്ടെ അതിൻ്റെ ഒരു മഹത്വം പറഞ്ഞിട്ട് ഇവർക്ക് മോൻ സാലിയായ ഇണയെ കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കമന്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, തുടങ്ങും. 38,955 രൂപയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അല്ലാഹുമ്മ ബിനിഅമതികൽ ഉളമാ സ്വല്ലി അലൽ ഹബീബി മുഹമ്മദിൻ വആലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹധന്യരായ സഹോദരന്മാരെ, ബഹുമാനായ ബഷീർ ഫൈദി ദേശം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസംഗിക്കുക എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റാഹത്തുള്ള കാര്യമല്ല. ഏതായാലും അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്തയെക്കുറിച്ചും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബഹുമാനായ ഫൈസി ഉസ്താദ് പറഞ്ഞു. കേരളീയരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ അനുഗ്രഹീതരാണ്. കാരണം ഇതര രാജ്യങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ ഇതര സ്റ്റേറ്റിലുള്ളതായ അരാജകത്വമോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും നമ്മൾ അനുഭവിക്കാതെ നമ്മൾ വളരെ സുശക്തമായി റാഹത്തായി മുന്നോട്ട് പോകുന്ന അതിൻ്റെ ബാക്കിലുള്ള ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അഥവാ നമ്മുടെ ഈ സംഘടിത മനോഭാവം, ഈ സംഘടിച്ചിട്ടുള്ള ഈ ഒരു സാഹചര്യം ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിൽക്കുകയും സമൂഹത്തിന് നേതൃത്വപക്വമായ ദിശാബോധം നൽകുമ്പോൾ സ്വാഭാവികമായും അൽഹംദുലില്ലാ മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ മാതൃകയായി ഒരുപാട് പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഇപ്പോൾ ഈ അന്തരീക്ഷ പാളികളെക്കുറിച്ച് പറയുമ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, മാഗ്നറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ അപ്പുറം പോകുമ്പോൾ ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതാണല്ലോ അൾട്രാവയലറ്റ് പോലത്തെ അപകടകാരികളാകുന്ന രശ്മികളൊക്കെ തടഞ്ഞു നിർത്തുന്നത്. ആ ഓസോൺ പാളിക്ക് ദ്വാരങ്ങൾ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും അൾട്രാവയലറ്റ് പോലത്തെ അപകടകാരികളാകുന്ന സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുകയും അത് മാരകമായ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നതൊക്കെ, പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. എന്ന പോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രയാസങ്ങളും വിഷയങ്ങളിൽ നിന്നൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരു പാളി, ഒരു ഓസോൺ പാളിക്ക് സമാനമായ ഒരു സാഹചര്യം. അതിനെ ചോദ്യം ചെയ്യുകയോ അതിൻ്റെ മഹാന്മാരാകുന്ന ആളുകളെ ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ ആ നേതൃത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ സുഷിരങ്ങൾ വരുമ്പോൾ അതിൻ്റെ തിക്തഫലം അത് ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, മറിച്ച് എല്ലാവരും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ സ്ഥാപകരും അതേപ്രകാരം അതിനെ ഇന്നോളം വഴി നടത്തിയ ആളുകളും ഇന്ന് ആ മഹത്തായ സംഘടനയ്ക്ക് ദിശാബോധം നൽകുന്ന മഹാന്മാരും എല്ലാം അള്ളാഹുവിൻ്റെ സൂഫി ചക്രവാളത്തിലെ പ്രോജ്വല താരകങ്ങളാണ്. ഇന്നലകളെ കാലത്ത് കഴിഞ്ഞു പോയത് ഇന്നും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പക്വമായ നേതൃത്വത്തിൻ്റെ കീഴിൽ അടിയുറച്ച് ജീവിക്കുകയും
പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അഖീദയിൽ അടിയുറച്ച് ജീവിച്ച് അതേ അഖീദയിൽ തന്നെ മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനായ ബഷീർ ഫൈദി പറഞ്ഞു, അൽ ഈമാനു യമാൻ വൽ ഹിക്മത്തു യമാനിയ. ഈമാനും ഹിക്മത്തൊക്കെ യമനിൽ നിന്നാണ്. അതിൻ്റെ കേരളീയ സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലങ്ങളും മഹാന്മാരാകുന്ന സാദാത്യങ്ങൾ ഇവിടെ വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ബഹുമാനായ ഫൈസി ഉസ്താദ് നമ്മോട് സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പരിചയമാണ് ഹദ്ദാദ് എന്നുള്ളത്. ആ ഹദ്ദാദ് എന്ന് പറയുന്ന മഹത്തായ ആ വിഷയം, ആ ദിക്റിൻ്റെ സമാഹരണം, അതിൻ്റെ ദിക്ർ സമാഹരിച്ചത് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ യമനുകാരാണ്, യമൻ്റെ തരീമുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജനനം തന്നെ 1040 മഹാനുഭാവൻ ജനിക്കുന്നത്. ഈ 1044 എന്ന് പറയുമ്പോൾ അറബി അക്ഷരത്തിൽ, അറബിയിൽ അശംസു ഖത്വലഅത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു എന്നാണ് അർത്ഥം. സൂര്യോദയം നടന്നു. ആ അശംസു ഖത്വലഅത്ത് എന്നുള്ള വാക്കിൽ മൊത്തത്തിൽ 11 അക്ഷരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അത് അബ്ജദിൻ്റെ കണക്കിൽ എണ്ണിക്കഴിഞ്ഞാൽ അലിഫ് 1, ലാമ് 30, ഷീന് 300, മീമ് 40, സീന് 60, ഖാഫ് 100, ദാല് 4, ത്വാ 9, ലാമ് 30, ഐന് 70, താ 40. മൊത്തത്തിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുക 1044. അശംസു ഖത്വലഅത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു. അതാ യമനിൻ്റെ ഭാഗത്തുള്ള മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകത്തേക്കുള്ള ഒരു ടോർച്ചടിയായിരുന്നുവെങ്കിൽ, ഒരു സൂര്യോദയമായിരുന്നുവെങ്കിൽ, നമ്മളെ കേരളീയ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ പല ജില്ലകളിലും ഷംസുലി എന്ന് പറഞ്ഞ് മഹാനായ ഷംസുലമായുടെ ഉറൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ യമനിൽ നിന്ന് വന്ന കേരളത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് നമുക്ക് അള്ളാഹു തന്ന ഒരു ഷംസുലിയാണ് മഹാനായ ശൈഖുന ഷംസുൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ പാരമ്പര്യത്തെക്കുറിച്ചും യമനിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും കേരളീയ സാഹചര്യത്തിൽ യമനിൻ്റെ ആ ബന്ധത്തെക്കുറിച്ചൊക്കെ ബഹുമാനനായ ഫൈസി ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതിൻ്റെ അഖീദയിൽ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതം റാഹത്താക്കി മുത്തഖിയായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അഖീദയിൽ തന്നെ മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ആരൊക്കെ എങ്ങനെയൊക്കെ സഹായിച്ചവരുണ്ടോ, മുൻകാലത്ത് പൂർവ്വസൂരികളാവുന്ന പല ആളുകൾ മരിച്ചവർ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയ്ക്ക് അള്ളാഹു അവൻ്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടുകൂടെയാണ് നീ പരലോകത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എന്താ ഫൈസി ഉസ്താദേ? ഇപ്പം എത്രയും മോനെ കാണാൻ പറ്റുമോ? 41,900 42,000. യൂട്യൂബിൽ കുറേ വസിയത്തുണ്ടല്ലോ, നോക്കാൻ പറ്റിയില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ ടെസ്റ്റാൻ. അതല്ല, ഏതാണ് ഇപ്പോൾ യൂട്യൂബ് ലിങ്ക്? ഓക്കെ, എൻ്റെ വിവാഹം ശരിയാവാൻ ദുആ ചെയ്യണം. മൈ ചാനൽ എന്നുണ്ട്.
കിണറ്റിൽ വെള്ളം കിട്ടാൻ, രോഗം ശിഫയാകാൻ, മരിച്ചുപോയ പിതാവിൻ്റെ പേരിൽ മോളുടെ അസുഖങ്ങൾ സുഖപ്പെടാനും, മോൻ്റെ അസുഖം മാറാൻ, ഹലാലായ മുറാദ് ഹാസിലാകാൻ, ജോലിയിൽ കിട്ടുന്ന ശമ്പളത്തിൽ ബർക്കത്ത് കിട്ടാൻ, ഹാഫിളായ മകന് സാലിയായ ഇണയെ കിട്ടാൻ, മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി മോളുടെ അസുഖം മാറാൻ. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരേപോലെയുള്ള ആവശ്യങ്ങളാണ്. വയറിനൊരു സർജറി കഴിഞ്ഞ റെസ്റ്റിലാണ് ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. മൈക്ക് ശബ്ദം കുറവുണ്ടോ എന്ന് പറയട്ടോ. ഏ 42,000 ആയിട്ടുണ്ട്. ഒരു 50,000 ആയാൽ നമുക്ക് സന്തോഷം അല്ലേ? പടച്ചവൻ വിചാരിച്ച മാതിരി ഉണ്ടാവും. സാലിഹായ കുട്ടികളുണ്ടാകാൻ, പ്രയാസം കൊണ്ട് ഗൾഫിലാണ്, എല്ലാം ശരിയാകാം, മക്കളുടെ കാര്യം ശരിയാവാൻ. ഞാനിപ്പോൾ യൂട്യൂബ് കമൻറ്റ് നോക്കിയത്, ഫേസ്ബുക്കിലെ കമൻറ്റ് നോക്കിയിരുന്നു. സഹോദരൻ്റെ കടം വിടുന്നതിന്, അലി മുസ്ലിയാർ, മക്കൾക്ക് ജോലി ശരിയാവാൻ. ആരെങ്കിലും നമ്മുടെ ആ തഹിയയുടെ ഒരു പൈസ അടക്കമുള്ള പിന്നൊന്നും ഇവിടെ ഇട്ട് കൊടുക്കുമോ? കുറേ മുകളിലാണ്, ചിലപ്പോൾ കിട്ടില്ല. വിഷമങ്ങൾ മാറാൻ. അത് വരക്കല്ലേ? 46 43,585 49. മാഷാ അല്ലാഹ് 49,000 ആയിട്ടുണ്ട്. ഞാൻ അതിൽ നോക്കിയപ്പോൾ തെറ്റിയിട്ടില്ല. തെറ്റിയതാണ് ഇതിൽ നോക്കുമ്പോൾ. 39 49 40. എവിടെ കിട്ടണം? നമ്മുടെ ഈ സ്ക്രീനിൽ എന്തെങ്കിലും അത് പൈസ ഇടാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാണാമല്ലോ. കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ബാക്ക് അടിച്ചാൽ മതി അല്ലേ? ബാക്ക് അടിക്കാം. ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൈസ ഇടാൻ എന്തെങ്കിലും പ്രയാസമില്ല, ആ നമ്പറിൽ ഇപ്പോൾ വിളിച്ചാൽ അതിന് പരിഹാരം പറഞ്ഞു തരും കേട്ടോ. മകളുടെ സുഖപ്രസവത്തിന് ഇഖാമ പുതുക്കി നാട്ടിൽ പോവാൻ ഞാൻ 1000 തരാം. മുഹമ്മദ് മുസ്തഫ സാഹിബെ, നിങ്ങൾക്കിതിൽ കയറ്റാൻ അറിയാത്തതുകൊണ്ടാണല്ലേ? ഇതിലിപ്പോഴും 43 ഇതിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ കാണിക്കണം. അതിൽ 48,900 നമുക്ക് ദുആ തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? കാണിച്ചിട്ടുണ്ടോ? ഇപ്പെട്ടതാ. ഫാത്തിമ സത്താർ എന്ന് പറഞ്ഞ ആള് 5000 രൂപ ഇട്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. എല്ലാവരും സംഖ്യയിൽ കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഒന്ന് വായിക്കാൻ പറ്റുമോ? മൊബൈല് കാണുന്നില്ല. അതാണ് ഓരോരുത്തർ കാണുന്ന കിട്ടുന്നത്. തയ്യാറെടുപ്പില്ല.
ഓരോ ഐ ഡി ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചോണ്ടേ. 49,427 അതൊന്ന് റിഫ്രഷ് ചെയ്ത് അതിൽ കാണുന്നുണ്ട്. ഇത് സൂം ചെയ്യാൻ പറ്റുമോ? ഫാത്തിമ സത്താർ റാഫി 313 സൈനബ 101 50,000 മാഷാ അല്ലാ. 50,241 മാഷാ അല്ലാ മാഷാ അല്ലാ. സാലി 501. നമുക്ക് ദുആ തുടങ്ങാം. ഹബീബിങ്ങളെ അപ്പോൾ ദുആ ചെയ്യാൻ പോവാണ്. നമ്മൾ 1,00,000 ഒരു ടാർഗറ്റ് കരുതിയെന്ന് 50 ആയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇനിയിപ്പോൾ നാളെയൊക്കെ ഇടുമല്ലോ. ഇപ്പോൾ ലൈവിൽ യൂട്യൂബിലും നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ ഉള്ളവർ ഇടാത്തവരുണ്ടെങ്കിൽ അതിന് സാങ്കേതിക പ്രശ്നമാണെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനുമായി കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പരമാവധി ഇന്ന് തന്നെ ഇടായിരുന്നെങ്കിൽ ഹൈർ സന്തോഷം. പിന്നെ എല്ലാത്തിനും അള്ളാഹു ഉദ്ദേശമാരിയാണല്ലോ കാര്യങ്ങൾ നടക്കുക. മാഷാ അല്ലാ. ഞാൻ അഡ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 50,000 ആവും നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്ന്. അതേ ഇതിലെത്തിയിട്ടുണ്ട്. ഇനി വാങ്ങിക്കൊടുത്താൽ തോരക്കാൻ സമയം കിട്ടില്ല. അല്ലെങ്കിൽ മാരി പേര് പിന്നെ തോരക്കണ്ടേ പോണോ? നമുക്ക് ഇഷാൻ്റെ ശേഷമല്ലേ അവിടെ നാളെ തോരക്കാം. മാഷാ അല്ലാ. മൈക്ക് ശബ്ദം കുറവുണ്ടോ? കയ്യിൽ പിടിച്ചാൽ ശബ്ദം കുറവുണ്ട്. ഞാൻ പിടിക്കണം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما علمت وسلم. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى أرواح أصحاب نبينا مصطفى محمد صلى الله عليه وسلم وإلى أرواح أهل بيت نبينا مصطفى محمد صلى الله عليه وسلم وإلى أرواح أولياء الله أجمعين وإلى أرواح من ماتوا من أركان السمستة الجمعية العلماء قدس الله سره العزيز خاصة منهم إلى روح شيخنا وملاذنا إلى الله شيخ الشمس العلماء قدس الله سره العزيز. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. نسألك بحقوقهم وبجاه ما قرأناه وأن تبارك لنا في كل أمورنا سيما في أمرنا هذا بركة تامة كما باركت على عبادك الصالحين. അള്ളാഹുവെ, ഞങ്ങളെ സദസ്സ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ വിവിധ ഉദ്ദേശത്തോടെ ഈ വിഷയവുമായി സഹകരിച്ചവരുണ്ട്. അവരുടെ എല്ലാ സതുദ്ദേശത്തെയും നീ നിറവേറ്റണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ആക്സിഡൻറ്റുകളെ തൊട്ട്, മാറാവ്യാധികളെ തൊട്ട്, എല്ലാ ആഫത്ത് മുസീബത്ത് തൊട്ടും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, രോഗശമനത്തിന് വേണ്ടി ദുആ ഏൽപ്പിച്ച ആളുകളുടെ അവരെ ഏത് രൂപത്തിലെ രോഗമാണെങ്കിലും അവർക്ക് നീ ഷിഫ നൽകണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കൊക്കെ ജീവിതം റാഹത്താകുമ്പോൾ, ജീവിതം ഹൈറാകുമ്പോൾ അള്ളാഹ് ഇസ്സത്തോടെ ആഫിയത്തോടെ ഹയാത്തും
മരണം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. സ്വാലിഹീങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ റാഹത്തും സന്തോഷവും ഇൽഫത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, വിദേശത്തുള്ള പല ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ജോലിയിൽ നീ ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും ഇസ്സത്തും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധ സമസ്ത കേരള ജമിയത്തുലമാക്ക് വേണ്ടി ഒരു നയാ പൈസ കൊണ്ട് അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് എങ്ങനെയൊക്കെ സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ അവർക്കൊക്കെ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ മദത് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരെയും ഞങ്ങളൊക്കെ നിൻ്റെ അംബിയ ഔലിയായിനോടുകൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പടച്ചവനെ, മാരകമായ വല്ല രോഗത്തിൻ്റെയും ശരീരം കീറിപ്പൊളിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. മാരകമായ വല്ല രോഗത്തിൻ്റെയും രോഗാണുക്കളെ ഞങ്ങളെ ശരീരങ്ങൾ നിഗൂഢമായി കിടക്കുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, മഹാന്മാരായ മശായിഖന്മാരെ ഫضല് കൊണ്ട് സുഹാബുൽ ബദറിൻ്റെ പോരിശ കൊണ്ട് ആ വിഷയങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ റഹ്മാനെ. നീ സംരക്ഷണം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളുടെ പഠനങ്ങളുടെ ഉപരിപഠനങ്ങളൊക്കെ നീ റാഹത്തിലാക്കണേ റഹ്മാനെ. അവരഭിമുഖീകരിക്കുന്ന പരീക്ഷകളിലൊക്കെ നല്ല മാർക്കോടുകൂടെ നീ വിജയം നൽകണേ അല്ലാ. അള്ളാഹുവേ, മനുഷ്യ സഹജമായി പല ദോഷങ്ങളും വിഷയങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് വന്നവരാവാം. അള്ളാഹുവേ, എല്ലാം നിൻ്റെ മഹദ് ഫضല് കൊണ്ട് നീ പൊറുത്തു തരണേ റഹ്മാനെ. തൗബ നൽകണേ അല്ലാ, തൗബ നൽകണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ പല പ്രാവശ്യം മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറയും സിയാറൊക്കെ നിർവഹിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ബഹുമാനനായ ഫൈസി ഉസ്താദിൻ്റെ ഇതുപോലുള്ള ഒരുപാട് പരിപാടികളും ലോകത്തിൻ്റെ പല ഭാഗത്ത് പ്രഭാഷണങ്ങളും ലൈവ് ഒരുപാട് പരിപാടിയുമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നീ ഖൈർ നൽകണേ തമ്പുരാനെ. അവിടുത്തെ പിതാവ് വളരെ സാത്വികനായ ഒരു സാധുവായ മനുഷ്യനായിരുന്നു. അള്ളാഹുവെ, അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശത്തോടെ ദുആ വസിയത്ത് ചെയ്തുവോ എല്ലാ ഉദ്ദേശങ്ങളെയും നീ നിറവേറ്റണം റഹ്മാനെ. നീ നിറവേറ്റണം അല്ലാ. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ റഹ്മാനെ. പുരപ്പണി തുടങ്ങി വെച്ച ആളുകളുണ്ട്, അത് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ അനുയോജ്യമായ ജോലി നീ നൽകണേ അല്ലാ. വാഹനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അപകടങ്ങളെ തൊട്ട് നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. കടലിൻ്റെ മക്കൾ അല്ലാഹുവെ, കടലിൽ ചെന്നുകൊണ്ട് ഉപജീവിത മാർഗം നോക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നീ സമൃദ്ധമായി മത്സ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, പരിശുദ്ധ സമസ്തയ്ക്ക് വേണ്ടി പരിശ്രമിക്കുവാനും പരിശുദ്ധ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങൾക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. 3 വയസ്സുള്ള കുട്ടി ജാസിത്ത് എന്ന് പറയുന്ന കുട്ടി പുരയുടെ മേലിന്ന് താഴോട്ട് വീണ് പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ, ആ പൊന്നു മോനുക്ക് നീ ഷിഫ നൽകണേ അല്ലാ. ആജിലായ ഷിഫ നൽകണേ അല്ലാ. ആ കുടുംബത്തെ നീ വിഷമത്തിലായിട്ടല്ലേ അല്ലാ, അവർക്ക് നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. അതുപോലെ ദുആ വസിയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാ നല്ല ഉദ്ദേശത്തെയും നീ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. സലാമത്തിൻ്റെ ഈമാൻ നൽകണേ അല്ലാ. സലാമത്തിൻ്റെ ഈമാൻ നൽകണേ അല്ലാ. സലാമത്തിൻ്റെ ഈമാൻ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങൾ മരിച്ചവർക്കൊക്കെ നീ സ്വർഗ്ഗം വുജൂബാക്കണം റഹ്മാനെ. നരകം ഹറാമാക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. മാഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഉസ്താദ് ദുആ ചെയ്ത് കബൂൽ ചെയ്യട്ടെ.
മുജീബ് മണ്ണാർക്കാട്, എൻ്റെ മകന് യാസർ അർഫാത്ത് ക്യാൻസർ ബാധിച്ച് RCCയിലാണ്. 29-ാം തീയതി സർജറി ഉണ്ട്. പിന്നെ ഒരാളുടെ ഉമ്മ മരിച്ചതിൻ്റെ ആണ്ടാണ് നമ്മുടെ അഫ്സൽ വല്യാപ്പള്ളി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഒരു സഹോദരി വയറുവേദനയെന്ന് പറഞ്ഞത് വരക്കാൻ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഉസ്താദിന് പ്രത്യേകം ദുആ ചെയ്യുക. കാരണം അദ്ദേഹം തിരക്കിൻ്റെ ഇടയിൽ തഹിയ എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതാണ്. മുൻകൂട്ടി ഏൽപ്പിച്ചിരുന്നതായിരുന്നില്ല. 5 മണിക്കിടെ തൊട്ട് മുമ്പാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ തന്നെ ഓടി വന്നു. തിരക്കിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ചികിത്സയുണ്ട്, ദർസുണ്ട്, അതിൻ്റെ ഇടയിലാണ് വന്നത്. ഒരു കാര്യപ്പെട്ട ആൾ ദുആരക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ ലൈവിടെ മഗ്‌രിബ് നിസ്കാരത്തിന് സമയമായതുകൊണ്ടാണ് ലൈവ് കട്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 2 മണിക്കൊക്കെ ആണെങ്കിൽ മഗ്‌രിബ് വരെ തുടരായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ ചീഫ് അഡ്മിൻ അന്തു ചന്തോത്ത്, അൻഷാദ്, ആസിഫ് പട്ടാമ്പി, ബഷീർ അലനല്ലൂർ, ഹാസിൽ, ഹിലർബായി, മസൂദ്, സലീം അരീക്കോട്, ഷഹീർ മണലടി, എളമ്പുളശ്ശേരി തങ്ങൾ, യൂനുസ് NK, അവരൊക്കെ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാവർക്കും അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി വീണ്ടും നിക്ഷേപിക്കാവുന്നതാണ്. 2 മിനിറ്റ് കൂടി ഉണ്ട് പോകാൻ കൊടുക്കുക. 5 മിനിറ്റ്. സലാം. മാഷാ അല്ലാഹ് 53,000 രൂപയായിട്ടുണ്ട്. നിർത്താല്ലേ, കൊടുക്കാൻ സമയമുണ്ടേ. നാളെ നമുക്ക് വാട്സപ്പിലൂടെ അതിൻ്റെ അവസാന അപ്ഡേഷൻ അറിയിക്കാം. തഹിയയുടെയും സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ അവസാന അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റട്ടെ. മഹാനായ മുഹമ്മദ് ഖാസിം അലി അല്ലാഹ് കവരത്തി, അവരുടെ മദത് അല്ലാഹു നമുക്ക് നൽകട്ടെ. നിങ്ങളെല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിന് എല്ലാവരും വരണം ഇൻഷാ അല്ലാഹ്. സയ്യിദുൽ ഉലമ നടത്തുന്ന യാത്ര, സന്ദേശയാത്ര ഡിസംബർ 18-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് സമാരംഭം കുറിക്കുകയാണ്. നമ്മുടെ എല്ലാ ജില്ലകളിലെയും കടന്നുപോയി മംഗലാപുരത്താണ് സമാപിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ജില്ലകളിൽ എത്തുമ്പോൾ ആവശ്യമായ സഹകരണം നൽകണം. അല്ലാഹു ഒക്കെ വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.